ഡ്രസ് എടുക്കുമ്പോഴേ ഇവിടെ വന്നാലും തൃപ്തിയുള്ള വെറുതെ പറയണതല്ല. ഇവിടെ വന്ന എവിടുന്ന് ഷാളാണ് അങ്ങനെ മാക്സിമം അങ്ങനെ എന്തെടുക്കാണ് ചെക്കിന് എനിക്ക് ഇവിടെ വന്നത്. ഇപ്പൊ കുട്ടികളുടെ ഡ്രസ് വേറെ കടയിൽ ഇല്ലാണ്ടല്ലോ. ന്യൂസിലൊക്കെ ഇന്റർവ്യൂ ജംഷീനെ ജംഷീനെ ആർക്കും ഇന്റർവ്യൂ ചെയ്യാൻ കൊടുക്കാറില്ല. ഇതിപ്പോ കൊറേ ഡേറ്റ് ഞങ്ങൾ എടുത്തിട്ടാണ് ഇപ്പൊ ജംഷീനെ അപ്പോയിന്റ്മെന്റ് മേടിച്ചിട്ട് വന്നതാവൂലേ? സഹകരിച്ച് മുന്നോട്ട് പോയി. അതാണ്. എത്ര വർഷമായി ഇവിടെ? അധികം ആയിട്ടില്ല, 22 വർഷമായിട്ടുള്ളൂ. എനിക്ക് എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? 7 സിസ്റ്റേഴ്സ് ഉണ്ടല്ലേ? നല്ല നുണ പറയണ്ടല്ലോ നീ, നല്ല നുണ പറയൂ നീ. ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ ആയിരുന്നു ചേട്ടാ സത്യം പറയുക. കട ഈ കൊലത്തിലാക്കിയതിന്റെ ഒരു കുറച്ച് പങ്ക് അവർക്ക് തന്നെ ഉണ്ട് സത്യം പറഞ്ഞാല്. ജ്യൂസ് അല്ല ഇവിടുത്തെ കട. ഞങ്ങള് ഫർദ് മേടിക്കാൻ പറ്റും, ഞങ്ങളോട് ജ്യൂസ് മേടിക്കുമെന്ന് ചോദിക്കുക. അങ്ങനെ അപ്പൊ ഇന്ന് നമ്മള് ദുബായിലാണ്. നമ്മുടെ 2ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഷോപ്പൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഇവിടുത്തെ ഷോപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ മുത്തു തന്നെയാണ്, നമ്മള് ജംഷിയാണ് നമ്മളത് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പോണത്. 1.5 മുതലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അവൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതാ നമ്മള് ഷോപ്പാണ്. ഇത് എത്ര വർഷമായി ജംഷി? 45 വർഷം കഴിഞ്ഞു. 45 വർഷം. ഇവിടെ എങ്ങനെ കസ്റ്റമേഴ്സൊക്കെ എങ്ങനെ നമ്മളെ മലയാളീസാണോ? എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സ്? എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? ഇനിയിപ്പോൾ എത്ര വർഷമായി ഇവിടെ? 2 വർഷം. 2 വർഷം. 2 വർഷം. മൊത്തം നമ്മളെ നാട്ടിൽ നമ്മള് സെറ്റ് ഉണ്ടായിരുന്നു. അവിടെ നമ്മള് ഇവിടെ വന്നപ്പോ അവിടെ അതെ നല്ല ഹാപ്പി അല്ലേ. ഇവിടെ ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ജൂലൈ ടൈമിലൊക്കെ നല്ല ചൂടുണ്ടാവും. ആ ടൈമിൽ മാത്രമാണ് ഇവിടെ പുറത്തേക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളൂ. അല്ലാത്തവർക്ക് ഇവിടെ നല്ല ഹാപ്പിയാണ്. കസ്റ്റമേഴ്സ് ഇപ്പോൾ ഞങ്ങൾ വന്നിടത്തോളം എന്താ പല കസ്റ്റമേഴ്സും ഇവിടെ ഞങ്ങൾ കണ്ടിരുന്നു. എല്ലാം ഓക്കെയാണ്. എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. അതാണ് സംഭവം. അതായത് നാട്ടിലത്തെ കിട്ടുന്ന ചെറിയ ഐറ്റംസുകൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ഉണ്ടാവും അല്ലെ. ഈ റോഡിയൻ്റെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ അടക്കം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈരെടുക്കണതോ? അത് ഈരെടുക്കണ സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്റെ പാൻ ഇല്ലാത്തോണ്ട് ഞാൻ കണ്ടിട്ടില്ല. തള്ളിക്കോ, നല്ല തള്ളിക്കോ. പലർക്കും ഇപ്പോഴും അറിയില്ല കേട്ടോ. വെറുതെ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കാണുമ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക. അതുപോലെ ഇവർക്ക് വേറെ ഷോപ്പുകളുണ്ട് ഫർദർ എന്തിനൊക്കെ ആയിട്ട്. നമ്മൾ അടുത്തുണ്ട്. അതാണ് അവരുടെ മെയിൻ ഷോപ്പ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് വന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് അറിയാം. 45 വർഷമായിട്ട് ഇത് ഞങ്ങൾ ഇതിൻ്റെ ഒക്കെ അടിയിൽ തന്നെയാണ് കേട്ടോ. ഈ മരം ഇതിനും അതേ പ്രായമുണ്ട്, ഈ കടക്കും അതേ പ്രായമുണ്ട്. മരത്തിന് കുറച്ചുകൂടി കൂടുതലുണ്ടാവും കേട്ടോ. എന്നാലും മരച്ചോട് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അതേ സ്ഥിതി ചെയ്യുന്നത് മരച്ചോട് തന്നെ ഇതിന് പേരും പറയാറ് അല്ലേ. മരച്ചോട്ടിലെ കട എന്ന് തന്നെയാണ് ഈ കടക്ക് പേരും പറയാറ്. എന്തുകൊണ്ടും നമുക്ക് മലയാളീസിനൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു കട തന്നെയാണ്. എല്ലാ ഐറ്റംസുകളും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ പല നാട്ടിലത്തെ ഐറ്റംസുകൾ കിട്ടാതെ വരും. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മിക്കവാറും കിട്ടുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ട ഐറ്റം. അപ്പോൾ എന്തായാലും വന്നിട്ട് കാണുക. ഇവിടെ കുറേ ആക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് സുരാജ് വന്നിരുന്നു ഇപ്പോൾ അടുത്ത്. അവരൊക്കെ ജസ്റ്റ് കട കണ്ട് ഫോട്ടോ സെൽഫി ഒക്കെ എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ കുറേ വ്ളോഗേഴ്സ് വന്നിട്ട് ഇവിടെ ഇത് എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു പ്രത്യേക ന്യൂസിൽ വന്നിട്ടില്ലേ? ന്യൂസിൽ വന്നിട്ടുണ്ട്. അവിടെ ഒരിക്കൽ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കുറേ കാര്യം മുമ്പ് ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആ കാല ഓർമ്മയ്ക്ക് കാവലായി പഴയ ദുബായിയുടെ സൂപ്പർ മാർക്കറ്റ്. ഒന്നും കൂടെ വായിക്കോ? ആ കാല ഓർമ്മകൾക്ക് കാവലായി പഴയ ദുബായിയുടെ സൂപ്പർ മാർക്കറ്റ്. മാധ്യമത്തിലൊന്നാണ്. പഴയ സ്റ്റാഫാണ്. മാധ്യമത്തിലെ, ഗൾഫ് ന്യൂസിലെ, കലേജ് ടൈംസിലെ, ന്യൂസിലൊക്കെ ഇന്റർവ്യൂ ജംഷീനെ മീഡിയ
ഇല്ല ജംഷൻ ആർക്കും ഇന്റർവ്യൂ ചെയ്യാൻ കൊടുക്കാറില്ല. ഇതിപ്പോ കൊറേ ഡേറ്റ് ഞങ്ങൾ എടുത്തിട്ടാണ് ഇപ്പൊ ജംഷന് അപ്പോയിന്റ്മെന്റ് മേടിച്ചിട്ട് വന്നതാവൂലേ? സഹകരിച്ച് മുന്നോട്ട് പോയി. അതന്നെ. അപ്പൊ നമുക്കൊന്ന് പോവാം. ഞാൻ കൂടുതൽ തള്ളു കേൾക്കണാട്ടും നമുക്കവിടെ പോവാന്നാ നല്ലത്. ആ തറ്റത്ത് ഇവിടുത്തെ തറ്റത്തെ കട, ആ തറ്റത്തെ കട നേരെ എത്തുന്നത് ലാസ്റ്റ് ഷോപ്പ്. കോട്ടക്കൽ ആയുർവേദിക് ഒക്കെ ഉണ്ടല്ലേ അവിടെ. ഇവിടെ കൂടുതലും മലയാളീസിന്റെ ഷോപ്പാണ് ഈ അബ്ര ഈ ഭാഗത്ത് മൊത്തം. ദുബായില് പിന്നെ മലയാളീസിന്റെ പഞ്ചില്ലല്ലോ. അപ്പോ ഇതാണ് കേട്ടോ അവരെ ഷോപ്പ്. പിന്നെ ഇവിടെ അബ്രയുടെ മെയിൻ സ്റ്റേഷൻ ഇവിടെയാണ് വരുന്നത്. മെയിൻ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ അവിടെ നിർത്തും. ഫുള്ള് വലിയ വലിയ ബസ്സുകൾ അവിടെ വന്നിട്ട് ഫുള്ള് ആൾക്കാർ അവിടെ ഇറങ്ങാറുള്ളതാണ് നമ്മളെ ടൂറിസ്റ്റ് ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്ന് നമ്മുടെ ഷോപ്പ്. അബ്ര വന്നിട്ട് സ്ഥലങ്ങളാണ് ഇതൊക്കെ. പറഞ്ഞിട്ട് നേരെ ഈ പോസ്റ്റ് പിന്നെ ഐശ്വര്യം എന്നാ പറയാറ് എപ്പോഴും. കാരണം ഞാൻ ചോദിച്ചു ഇവിടെ ഈ പോസ്റ്റിങ്ങൾക്ക് ഈ ബോർഡ് മറിയുണ്ടല്ലോ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്കതൊരു ഐശ്വര്യമാണ്, അവിടെ വരുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിക്കൊന്ന് കയറി നോക്കാം. അപ്പം ഇതാണ് നമ്മളെ ഷോപ്പ്. നമ്മളെ ഫൈസൽക്ക് പുറത്ത് പോയിക്കാണ്, ഇപ്പോൾ വരും. എന്നിട്ട് നമ്മൾ ഇതിന് കട ഡീറ്റെയിൽസ് പുള്ളിയോട് ചോദിച്ചു നോക്കാം. ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു നോക്കാം. പല ഡ്രസ്സുകൾ, ബുക്ക്, ഇവിടുത്തെ ഐറ്റംസുകൾ, മുസല്ല. ഇവിടെ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതൊക്കെ സാധനം ഇവിടെ ഉണ്ട്. നമ്മളെ റാഷിദാണ് ഇവിടുത്തെ ഇൻചാർജ് ഉള്ളത്. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ സത്യം പറയുക. കട ഈ കോലത്തിലാക്കിയതിൻ്റെ ഒരു കുറച്ച് പങ്ക് അവനക്ക് തന്നെ ഉണ്ട് സത്യം പറഞ്ഞാൽ. ജ്യൂസ് അല്ല ഇവിടുത്തെ കട. ഞങ്ങൾ ഫർദ മേടിക്കാൻ പറ്റും, ഞങ്ങളോട് ജ്യൂസ് മേടിക്കാൻ ചോദിക്കാം. അങ്ങനെ നമുക്ക് നോക്കാം. ഒക്കെ അത് നമുക്ക് പേഴ്സണൽ ആയിട്ട് നോക്കാം. ഇപ്പൊ ഇത് കാണിച്ചു കൊടുക്കട്ടെ ഇവിടുത്തെ ഐറ്റംസുകൾ, ഫ്രൈ ഐറ്റംസുകൾ, വാച്ച്. ഫർദയുടെ മെയിൻ ഇതാണ്. നിങ്ങൾക്ക് പല ഡിസൈൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും പല ഇതിന് ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് വരിക, എന്നിട്ട് ആ ഡിസൈൻ പഠിക്കൊന്ന് കാണിച്ചു കൊടുത്ത ഒരു എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? 2-3 മാക്സിമം 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ സാധനം അവർ അടിച്ചു തരും. അപ്പോൾ നിങ്ങൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പലരും ഏറ്റെടുക്കാറില്ല, അവർ ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതാ ഇവരെ ഫർദ സെക്ഷനൊക്കെ ഇതാണ്. ഇനി നമുക്ക് മേലേക്കൊന്ന് കയറി വെക്കാം. മേലാണ് ജെൻസിൻ്റെ സെക്ഷൻ വരുന്നത്. അപ്പോൾ മേലെ കയറി വെക്കാം. പല ടൈപ്പ് വസ്ത്രങ്ങളും എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ അവിടെ. ഇപ്പൊ നാട്ടിലത്തെ ടൈപ്പ് ആയാലും ഇവിടെ ഉണ്ട് സാധനം. ഇതാണ് ജെൻസിന്റെ സെക്ഷൻ. ജെൻസിന്റെ എല്ലാ ടീഷർട്ട് ഉണ്ട്, ഷർട്ടുകളുണ്ട്, ചെരുപ്പ്, ഷൂ, എന്താ വേണ്ട ജെൻസിന്റെ ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വന്നാൽ മാക്സിമം ഒരു റേറ്റ് ഒക്കെ സെറ്റാക്കി തരുമോ? അത് അടിച്ചിട്ട് നിങ്ങൾ ഒരു പ്രശ്നം വേണ്ട. സർപ്രൈസ് ആയിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. മലേഷ്യ ഉണ്ടായിരുന്ന കഴിഞ്ഞു. മലേഷ്യയിൽ നിങ്ങൾ എത്ര വർഷം ഉണ്ടായിരുന്നു നോക്കാക്ക? മലേഷ്യത്തെ അങ്ങനെ കടനെ കുറിച്ച് പറയുമ്പോഴത്തേ അങ്ങനെ ഓടിയിട്ട സംഭവം മുമ്പിൽ നിൽക്കാൻ നാണത്തരെ. അപ്പോൾ പുള്ളിയുടെ കാറ്ററിംഗ് ആണ് ഇവിടെ പുള്ളി ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റ് വിത്ത് കാറ്ററിംഗ് ആണ്. അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഫുഡുകളുണ്ട്. സിംബുല സ്നാക്സ് സ്നാക്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളെ ക്ഷണിച്ചില്ല, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ ടൈമില്ല. സിംബുല കാറ്ററിംഗ് ആണ് കടയുടെ പേരിട്ടിരിക്കുന്നത്. സിംബുല പറഞ്ഞ പുള്ളിയുടെ വൈഫിന്റെ പേരാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫൈസൽ ഖാനെ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫൈസൽ ഖാൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈസൽ ഖാൻ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതാണ് നമ്മളെ സ്വന്തം ഫൈസൽ ഖാൻ. ഫൈസൽ ഖാൻ എത്ര വർഷമായി ഇവിടെ? എന്നാലും അധികം ആയിട്ടില്ല, 22 വർഷമായിട്ടുള്ളൂ. ഈ ഇത് തുറമുഖ ഫൈസൽ ഖാനല്ലേ? ഇത് തുടങ്ങിയിട്ട് എത്ര ഉണ്ടാവും ഈ ഷോപ്പ്? 2002 മറ്റേ ഷോപ്പിൽ ഇപ്പൊ ആദ്യം വന്നിട്ടുണ്ടാവില്ലേ? അത് മരത്തല്ല ആരായ ശരിക്കും ഉപ്പാണോ? ഉപ്പയാണ്. ഉപ്പ കണ്ടിട്ട് നമ്മളെ മരച്ചോടും
ഇതും തുടങ്ങുമ്പോ ഇപ്പൊ ഉണ്ടല്ലോ ഇവിടെ ഉപ്പ തന്നെ പൈസകൾ ഉപ്പ തന്നെ ഇത് തുടങ്ങിയത്. പിന്നെ ആ ഷാവുല് പറഞ്ഞാൽ ഇവിടെ ഷിഫ്റ്റിന്റെ അമ്മമാരാണ്, സ്വന്തം അമ്മയുടെ അങ്ങളാണ്. പുള്ളി നാട്ടിലാണ് ഇപ്പോ, അവിടെ കാണിക്കാൻ പറ്റില്ല. എന്തായാലും പഴയ കസ്റ്റമറാണ് ഇതൊക്കെ ഓരോടൊക്കെ താത്താടെ അഭിപ്രായം, താത്ത വർഷങ്ങളായിട്ട് ഇവിടുന്ന് എടുക്കുന്നതാണ്. ഞാന് വരുന്നേക്കാളും മുന്നേ എനിക്ക് അത്രയും വർഷമായിട്ട് ഇവിടുത്തെ സ്ഥിരം ആളാണ്. നമ്മുടെ വീട്ടിൽ ഇവിടുത്തെ സാധനങ്ങളെ ഉള്ളൂന്ന് പറയാം. ശരിയാ. അപ്പൊ അത്ര അങ്ങനെ കൊറേ കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട് സ്ഥിരമായിട്ടുള്ളതിന്. അതെ, ഡ്രസ് എടുക്കുമ്പോഴേ ഇവിടെ വന്നാലും തൃപ്തിയുള്ള, വെറുതെ പറയണതല്ല. ഇവിടെ വന്ന എവിടുന്ന് ഷാളാണ് അങ്ങനെ മാക്സി ആണെങ്കിലും എന്തെടുക്കാണ് വെച്ചെങ്കിലും എനിക്ക് ഇവിടെ വന്നത്. ഇപ്പൊ കുട്ടികളുടെ ഡ്രസ് വേറെ കടയിൽ ഇല്ലാണ്ട അല്ലല്ലോ. അതെ, നമ്മള് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. അതെ തീർച്ചയായും. അല്ല സ്ഥിരം വരണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ ആരും സ്ഥിരം വരുള്ളൂ. ഇപ്പൊ വരില്ലല്ലോ. ചോദിച്ചോക്കെ എല്ലാ ആഴ്ചയിലും ഇവിടെ കയറാം. ഒരാഴ്ച വന്നില്ലെങ്കിൽ ചോദിക്കാം എന്താ കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ. അത്ര ഇതാണ്. താത്തോടെ വെള്ളർക്കാടല്ലേ? വെള്ളർക്കാട്. പേരെങ്ങനെ താത്തോടെ? എന്റെ പേര് ഫാത്തിമ. ഫാത്തിമ. വെള്ളർക്കാടിലാണ് നമ്മുടെ നാട്ടുകാരിയായിട്ട്. താജുദ്ദീൻ. ചാനൽ വരാനുള്ള ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങളൊന്ന് ഫുഡ് അടിക്കാൻ പോവാണ്. കോഴിക്കോട്, ഇതിൻ്റെ പേര് നോക്കട്ടെ കേട്ടോ, കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റ്. നമ്മളെ പൈസൽക്ക് കണ്ടിട്ട് നമ്മളെ കൊണ്ടുപോകണേ. പൈസൽക്ക് വന്ന കാലം തൊട്ട് പറയാനാണ് ഒരു ദിവസം വരുന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് അടിക്കാൻ പോകണം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് ഇപ്പോൾ ഇതൊക്കെ സെറ്റായത്. സീറ്റ് തപ്പ് കണ്ടിട്ടാണ് ഇവിടുത്തെ അവസ്ഥ. ഫുള്ള് തിരക്കാണ് കേട്ടോ. നമ്മളെ കിസൈസിൽ തന്നെയാണ് ഇവിടുത്തെ തൽക്കാലം സീറ്റ് കിട്ടിയിട്ട് നമ്മൾ അവിടെ ഇനി സെറ്റാക്കാം. അങ്ങനെ നമ്മളെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തിറങ്ങാൻ പോകുന്നു. എല്ലാവരും ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് പോവല്ലേ? അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. റെസ്റ്റോറൻറ്റിൽ 2-3 ആൾക്കാരെ കാണാണ്ട്. അന്ന് നമ്മളെ പിക്ക് ചെയ്ത അജു ഉണ്ട്, പിന്നെ ഇക്കാനെ കിട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മളെ പാച്ചു പറഞ്ഞാൽ അജുവിൻ്റെ ഇക്കാകയാണ്. നമ്മളെ പുള്ളിന് പോവുക. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിച്ചില്ലാണ്. എല്ലാവരും ഇവിടെ സെറ്റാണ്. ഇത് നമ്മളെ അജൂസിൻ്റെ വൈഫ്. ഇതാരാ മോള്? ഞാൻ ആരാ? നിങ്ങൾ പറയും, കാര്യം പറയും. ഇതാരാ? നെയ്ബറെ തന്നെ. ഓക്കെ, നമ്മളെ പാച്ചു. ഇതാണ് പുള്ളിനെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മളെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നമ്മൾ വഴിയെ പരിചയപ്പെടാം. ഇപ്പം എന്തായാലും ഇരിക്കും. ഈ കുട്ടി അവരുടെ നൈബറാണ്, താമസിക്കുന്നവിടുത്തെ നൈബർ കുട്ടിയാണ്. അവരുടെ സംസാരത്തിനൊക്കെ സൂപ്പറാണ്. ഇതാ ഹമ്മൂസ് കാര്യങ്ങളൊക്കെ. ഇത് പുതുമുള അജുവിൻ്റെ വൈഫാണ്, പുതുമുഖക്കാരിയാണ്. വ്ളോഗ് പറയുമ്പോൾ നാണം വരുന്നൊരു കുട്ടിക്ക്. ഇത് മട്ടൻ സൂപ്പാവും. മട്ടൻ സൂപ്പ് കഴിക്കില്ല, നല്ല കുട്ടിയാണ്. മോളെ നിന്റെ പേരൊന്നുകൂടി പറഞ്ഞേ. അത്രേ ഉള്ളൂ. ഇപ്പൊ കുറഞ്ഞല്ലോ, നേരത്തെ കുറെ പേര് വന്നിരുന്നു. ഷെയ്ക്കുണ്ട് കൂട്ടത്തിൽ. ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ. നമ്മളിതാ കഴിക്കുന്നുണ്ട്. 7 കടയിപ്പോൾ അത് ഗ്രീൻ പെപ്പറാ.
പെപ്പറും കുബൂസ് അൽക്കാമിൻ്റെ ആണോ? നമ്മളെ സ്വന്തം അൽക്കാമിൻ്റെ കുബൂസാണ്. പിന്നെ സോഫ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇതിപ്പോൾ ഇതാണ് നോർമലാ പെരി പെപ്പർ. ഓക്കെ, പെപ്പർ വേണ്ട കുട്ടിക്ക്. കുട്ടി കഴിക്കുകയാണ്, കുട്ടി ഹാപ്പിയാണ്. നിനക്ക് എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? 7 സിസ്റ്റേഴ്സ് ഉണ്ടല്ലേ? നല്ല നുണ പറയണ്ടല്ലോ നീ. നല്ല നുണ പറയൂ നീ. ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ തന്നെ ഇവിടെ നോക്കിയാൽ ഞാൻ തന്നെ. നമ്മളത് ഫുഡടി കഴിഞ്ഞു. ഇങ്ങനെ മുക്കിക്കായിട്ടാ. അവൾക്ക് ലേഡീസിന് മാത്രമേ ഇഷ്ടമുള്ളൂ. എന്നെ ഇഷ്ടമായി. മോൾക്ക് ആരാണ് കൂടുതൽ ഇഷ്ടമായി? അതാ ഇവളെ എത്ര ഇഷ്ടമായത്. അങ്ങനെ സംഭവിക്കാറില്ല പൊതുവെ. ഫുഡടി കഴിഞ്ഞു. അജു ക്ഷീണത്തിലാണ്. ഇവിടുത്തെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ച അടിപൊളി ഫുഡാണ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. കിസൈസിലാണ് സംഭവം കേട്ടോ. ഇതാണ് ഇവിടുത്തെ പള്ളിയുടെ. ഇത് നോമ്പിൻ്റെ ഒക്കെ ടൈമിൽ ഇതൊക്കെ ഉണ്ടാവുന്ന ജ്യൂസാണ് ഇതൊക്കെ. വലിയ ടെൻ്റാണ് അതൊക്കെ. ഇതൊരു ടെൻ്റാണ്. ഇതിലൊരു ടെൻറ്റിൽ 1000-ൻ്റെ മേലെ ആൾക്കാർ ഇരിക്കും. ഇങ്ങനത്തെ 16-17 ടെൻറ്റ് നോമ്പിൻ്റെ ടൈമിൽ ഇവിടെ ഉണ്ടാവും.